ഇത് നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിൾ എന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പറയുന്നത്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിൾ മാത്രമല്ല, അതുപോലെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് 2 ചാപ്റ്റർ മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞാ കൺസിഡർ ഫോളോയിങ് 3 സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ ഫംഗ്ഷൻ എഫ് ഈസ് ഫ്രം 0 to infinity to r ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ആരാ. ഇവിടെ എഫ് ഓഫ് എക്സ് ആരാ മക്കളെ? എഫ് ഓഫ് എക്സ് ഈസ് മോഡ് ലോഗ് എക്സ് മൈനസ് മോഡ് എക്സ് മൈനസ് 1 ആണ്. ഇതാണ് ഫംഗ്ഷൻ അല്ലെ. അങ്ങനെയെങ്കിൽ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ എക്സ് ബിലോ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണോ? എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ 0 to 1 ആണോ? എഫ് ഈസ് ഡിക്രീസിങ് ഇൻ 1 to infinity ആണോ? അല്ലെ. ഈ കാണുന്ന 3 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പറഞ്ഞ എഫ് ഡിഫറൻഷ്യബിൾ ആണോ, എഫ് ഇൻക്രീസിങ് ആണോ, എഫ് ഡിക്രീസിങ് ആണല്ലേ അല്ലെ. നമുക്ക് എല്ലാവർക്കും വരാം എഫ് ഇൻക്രീസിങ് ആണെങ്കിലും എഫ് ഡിക്രീസിങ് ആണെങ്കിലും ഡെറിവേറ്റീവ് ആണ്ടേ അല്ലെ. ഡെറിവേറ്റീവ് പോസിറ്റീവായ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. ഡെറിവേറ്റീവ് നെഗറ്റീവായ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഡെറിവേറ്റീവ് പോസിറ്റീവായ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ഡെറിവേറ്റീവ് നെഗറ്റീവായ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പൊ എന്ത് കാണും? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അറിയണമെങ്കിൽ എന്ത് കാണും? ഡെറിവേറ്റീവ് കാണും അല്ലെ. ഡെറിവേറ്റീവ് ആണെങ്കിൽ ഞാൻ ആദ്യം ഈ ഫംഗ്ഷൻ ഒന്ന് സോൾവ് ചെയ്യാൻ പോകണം, ചെറുതാക്കാൻ പോകണം. അതെന്താ? അതങ്ങനെ നമുക്ക് എല്ലാവർക്കും മോഡുലസ് വന്നാലേ നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അങ്ങനെ മോഡുലസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. ഞാനൊരു പുതിയ പേജ് എടുക്കണേ, ഞാൻ പറയുന്ന വൃത്തിയായിട്ട് ശ്രദ്ധിക്കണേ. അടാ ഇവിടെ എഫ് ഓഫ് എക്സ് ആരാ? ഇവിടെ എഫ് ഓഫ് എക്സ് ആരാ? മോഡ് ലോഗ് എക്സ് മൈനസ് മോഡ് എക്സ് മൈനസ് 1 അല്ലെ. അവിടെ ഇങ്ങനെ ഒരാൾ വരുമ്പോഴേ നമ്മൾ മൈൻഡിലേക്ക് വരേണ്ട കാര്യം എപ്പോഴും എന്താണ്? മോഡുലസിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ മോഡുലസ് നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ചെയ്യണം അല്ലെ. അവിടെ മോഡുലസിന് ശരിക്കും പ്ലസ് വാല്യൂ മൈനസ് വാല്യൂ ഉണ്ട്. ഇവിടെ മോഡ് ലോഗ്സ് അല്ലെ, ആ മോഡ് ലോഗ്സ് ചിലപ്പോൾ പ്ലസ് ലോഗ്സ് ആവും, ചിലപ്പോൾ മൈനസ് ലോഗ്സ് ആവാം അല്ലെ. അതുപോലെ മോഡ് എക്സ് മൈനസ് 1 ചിലപ്പോൾ പ്ലസ് എക്സ് മൈനസ് 1 ആവാം, ചിലപ്പോൾ മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ആവാം അല്ലെ. അപ്പൊ ചില കേസിൽ പ്ലസും ചില കേസിൽ എന്താണ്? മൈനസും അല്ലെ വരിക മോഡുലസിന്റെ കൊടുത്താള് അല്ലെ. അപ്പൊ ചില കേസിൽ ചില ഇന്റർവെൽ പ്ലസ് ആണ്, ചില ഇന്റർവെൽ എന്താണ്? മൈനസ് ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം മോഡുലസിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം നമ്പറിൽ വരക്കണ്ടേ അല്ലെ. ആ നമ്പറിൽ ആരെ വേണം മാർക്ക് ചെയ്യാൻ? മോഡുലസിന്റെ ഉള്ളത്തെ ആള് 0 എന്ന പോയിന്റിൽ മാർക്ക് ചെയ്യണ്ടേ. നമ്മൾ മോഡുലസിന്റെ സ്പ്ലിറ്റിംഗ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അവിടെ ഇവിടെ മോഡുലസിന് ലോഗ് എക്സ് അല്ലേ അല്ലെ. ആ ലോഗ് എക്സ് പ്ലസ് 0 ആവാ എക്സ് 1 ആവുമ്പോഴല്ലേ മാർക്ക് ചെയ്തു അല്ലെ. ഇവിടെ മോഡ് എക്സ് മൈനസ് 1 അല്ലെ. ആ മോഡ് എക്സ് മൈനസ് 1 പ്ലസ് 0 ആവാ എക്സ് 1 ആവുമ്പോളാ അല്ലെ. അവിടെ എക്സ് 1 ആവുമ്പോഴേ എക്സ് മൈനസ് 1 0 ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എക്സ് 1ലാണ് എന്ത് ചെയ്യുക? 2 മോഡുലസും സ്പ്ലിറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, മോഡുലസിന് ചിലപ്പോൾ പ്ലസ് ആവാം, ചിലപ്പോൾ മൈനസ് ആവാം അല്ലെ. ആ പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും സ്പ്ലിറ്റ് എവിടുന്നാണ്? മോഡുലസിന്റെ ഉള്ളിൽ താഴെ 0 എന്ന പോയിന്റാ. ഇവിടുത്തെ മോഡുലസിന്റെ ഉള്ളിൽ താഴെ ലോഗ് എക്സാ. ആ ലോഗ് എക്സ് പ്ലസ് 0 എന്ന് വെച്ചാൽ എക്സ് 1 ആവുമ്പോളാ അല്ലെ. ഇവിടുത്തെ മോഡുലസിന്റെ ഉള്ളിൽ താഴെ എക്സ് മൈനസ് 1 അതേ പ്ലസ് 0 എക്സ് 1 ആവുമ്പോളാ. അപ്പൊ എക്സ് 1 ആകുമ്പോഴത്തേയും ഈ കാണുന്ന ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യും. ഇനി 0 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതിട്ടോ, ഇപ്പുറത്തേക്ക് നമ്മൾ പോകണ്ട. നമുക്ക് എന്താ എന്താ ഡെഫിനേഷൻ എന്താ? 0 to infinity ആണ് ഡൊമൈൻ അല്ലെ. പിന്നെ ലോഗ് എന്ന് പറഞ്ഞാൽ 0 to infinity എന്താ ചെയ്യുക? അത് 0 to infinity എന്താ ചെയ്യും? ലോഗ് എന്താ ഡിഫൈൻ ഉള്ളൂ, അതിന്റെ അപ്പുറത്ത് ലോഗ് ഇല്ല. നെഗറ്റീവ് നമ്പർ ലോഗിന് കൊടുക്കാൻ പറ്റില്ല. ലോഗിന്റെ ഡൊമൈൻ എന്താ? 0 to infinity അല്ലേ അല്ലെ. അപ്പൊ ഇനി ഇതാണ് നമ്മുടെ ഇന്റർവൽ വരിക. ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് പറഞ്ഞ ഡൊമൈൻ 0 to infinity ആണ്. എനിവേ അങ്ങനെയെങ്കിൽ ഈ ഇന്റർവെല്ലിലെ ഫംഗ്ഷൻ എങ്ങനെ വരിക? എടാ 1 to infinity അല്ലേ, 1 to infinity അല്ലേ അല്ലെ. ആ 1 to infinity വരുമ്പോഴേ എഫ് ഓഫ് എക്സ് എന്താ വരിക? നിങ്ങൾ പറ, എഫ് ഓഫ് എക്സ് എന്താ വരിക? എടാ മക്കളെ 1 to infinity ആകുമ്പോഴേ 1 to infinity ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലോഗ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? എടാ 1 മുതൽ ഇൻഫിനിറ്റി വരെ ഏത് നമ്പർ എടുക്കുക? ഏത് നമ്പർ 2 എടുക്കുക അല്ലെ. 1 മുതൽ ഇൻഫിനിറ്റി വരെ ഏത് നമ്പർ? 2 അല്ലേ. ആ 2 കൊടുത്താലേ വാട്ട് ഈസ് ലോഗ് 2? ലോഗ് 2 പോസിറ്റീവ് അല്ലേ. ലോഗ് 2 ഒരിക്കലും നെഗറ്റീവ് അല്ലേ, ലോഗ് 2 പോസിറ്റീവ് അല്ലേ അല്ലെ. അപ്പൊ അവിടെ എന്തെടുക്കാം? മോഡ് ലോഗ് എക്സ് എന്താ? പ്ലസ് ലോഗ് എക്സ്. എങ്ങനെയാ? അവിടെ ഈ റീജിയൻ 1 to infinity അല്ലേ. ആ 1 to infinity വരുന്ന ഏതെങ്കിലും നമ്പർ എടുക്കുക, ആ നമ്പർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പ്ലസ് ആണെങ്കിൽ പ്ലസ് വാല്യൂ എടുക്കുക, മൈനസ് ആണെങ്കിൽ മൈനസ് വാല്യൂ എടുക്കുക എന്നല്ലേ അല്ലെ. നമുക്കറിയാം ഈ 1 to infinity ഇടയിൽ ആണ് 2 അല്ലെ. ആ 2 ഇവിടെ കൊടുത്ത ലോഗ് 2 വരിക. ലോഗ് 2ന്റെ വാല്യൂ പോസിറ്റീവ് അല്ലേ. സോ പ്ലസ് വാല്യൂ എടുക്കുക, പ്ലസ് ലോഗ് എക്സ് അല്ലെ. ആ 2 ഇവിടെ കൊടുത്ത 2 - 1 പ്ലസ് 1 അല്ലേ അല്ലെ. സോ അതിനെ പ്ലസ് വാല്യൂ എടുക്കുക അല്ലെ. മോഡ് എക്സ് മൈനസ് 1 പ്ലസ് വാല്യൂ എന്താ? പ്ലസ് എക്സ് മൈനസ് 1 അല്ലേ. അപ്പൊ എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഈസ് ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് 1. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കാണ് അല്ലെ. അങ്ങനെ ഇപ്പുറത്ത് വരിക, ഇപ്പുറത്തെ കറസ്പോണ്ട് നെഗറ്റീവ് അല്ലേ വരിക. ഇവിടെ എന്ത് വരിക? എടാ ഇപ്പുറത്തെ ലോഗ് എക്സിന്റെ വാല്യൂ പ്ലസ് ലോഗ് എക്സ് അല്ലേ എടുത്തത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? മൈനസ് ലോഗ് എക്സ് ആയിരിക്കും. മൈനസ് ഓഫ് എടാ ഇവിടെ മോഡ് എക്സ് മൈനസ് 1ന്റെ വാല്യൂ പ്ലസ് എക്സ് മൈനസ് 1 എടുത്തത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ആയിരിക്കും അല്ലെ. അപ്പൊ എന്താ ഇവിടെ? മൈനസ് ലോഗ് എക്സ് പ്ലസ് എക്സ് മൈനസ് 1 ആവില്ലേ. ഇതാണ് എഫ് ഓഫ് എക്സ്.
അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കാണ് അല്ലെ. ഇനി ക്വസ്റ്റ് അപ്പൊ രണ്ട് ഫംഗ്ഷൻ കിട്ടി അല്ലെ. 1-നേക്കാൾ വലുതാകുമ്പോൾ ഫംഗ്ഷൻ ആരാ log x മൈനസ് എക്സ് പ്ലസ് 1 അല്ലെ. 1-നേക്കാൾ ചെറുതാകുമ്പോൾ ഫംഗ്ഷൻ ആരാ മൈനസ് log x പ്ലസ് എക്സ് മൈനസ് 1 ഇങ്ങനെ. അവിടെ 1-നേക്കാൾ വലുതാകുമ്പോൾ ഫംഗ്ഷൻ ആരാ log x മൈനസ് എക്സ് പ്ലസ് 1 അല്ലേ. 1-നേക്കാൾ ചെറുതാകുമ്പോൾ ഫംഗ്ഷൻ ആരാ മൈനസ് log x പ്ലസ് എക്സ് മൈനസ് 1 അല്ലേ. അല്ലെ ക്വസ്റ്റ്യൻ ചോദിച്ചെന്താണ് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ അല്ലേന്നല്ലേ അല്ലെ. എടാ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ അത് ഇപ്പൊ ഫംഗ്ഷന് ഞാൻ ഡെഫിനേഷൻ ഇവിടെ എഴുതാൻ പോട്ടോ. ഫംഗ്ഷൻ ഡെഫിനേഷൻ എന്താ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് log x പ്ലസ് എക്സ് മൈനസ് 1 ഇഫ് എക്സ് ഈസ് ബിറ്റ്വീൻ 0 to 1 അല്ലെ. ഇത് 0 to 1 അല്ലേ അല്ലെ. പിന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു log x minus x plus 1 log x minus x plus 1 if x is greater than 1 അല്ലേ. ഇവിടെ x greater than 1 അല്ലേ. യെസ് ഇതാണ് ഫംഗ്ഷണൽ ഡെഫിനിഷൻ. ഇത് x greater than 1 നോക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഫംഗ്ഷനെ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആദ്യം ഇത് കണ്ടിന്യൂസ് ആവണ്ടേ അല്ലെ. ഈ ഫംഗ്ഷനെ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആദ്യം എന്താണ് കണ്ടിന്യൂസ് ആണ് അല്ലെ. കണ്ടിന്യൂസ് ആവണം. അത് മാത്രമല്ല ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആവണ്ടേ അല്ലെ. അപ്പൊ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആദ്യം എന്താണ് LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് എ ആണ്. ഇതാണ് കണ്ടിന്യൂസ് ആണ് അല്ലെ. പിന്നെ ഡിഫറൻഷ്യബിൾ ആണ് അല്ലെ. ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആവണ്ടേ. യെസ് അല്ലെ. ഇനി നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ നോക്കുക. ഇവിടെ LHL RHL ആരാ LHL ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് എക്സ് ആ അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം എന്താ ഇവിടെ ഫംഗ്ഷൻ ആരൊക്കെയാ log xും എക്സ് മൈനസ് 1 ഒക്കെ അല്ലേ അല്ലെ. log xും എക്സ് മൈനസ് 1 അല്ലേ. അവിടെ log x എന്താണ് കണ്ടിന്യൂസ് അല്ലേ. എക്സ് മൈനസ് 1 കണ്ടിന്യൂസ് അല്ലേ അല്ലെ. ദെൻ നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ മുകളിൽ കൊടുത്താൽ എന്താണ് കണ്ടിന്യൂസ് ആവില്ലേ അല്ലെ. എന്താണ് അവിടെ log x കണ്ടിന്യൂസ് ആണ്, എക്സ് മൈനസ് 1 കണ്ടിന്യൂസ് ആണ് അല്ലെ. ലോഗ് ഫംഗ്ഷൻ ഓൾവേസ് കണ്ടിന്യൂസ് ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻ ഓൾവേസ് കണ്ടിന്യൂസ് ആണ് അല്ലെ. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ മുകളിൽ കൊടുത്താൽ കണ്ടിന്യൂസ് ആവും അല്ലെ. അങ്ങനെയെങ്കിൽ മോഡ് log x കണ്ടിന്യൂസ് ആണ്, മോഡ് എക്സ് മൈനസ് 1 കണ്ടിന്യൂസ് ആണ് അല്ലെ. അവിടെ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ കുറച്ചാൽ കണ്ടിന്യൂസ് ആയിരിക്കൂലേ അല്ലെ. ഈ ഐഡിയ നമ്മൾ പഠിച്ചാണ് അല്ലെ. വെറുതെ ചെക്ക് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. എടാ log x കണ്ടിന്യൂസ് ആ, ആ മോഡ് log x കണ്ടിന്യൂസ് ആ അല്ലെ. എക്സ് മൈനസ് 1 കണ്ടിന്യൂസ് ആ, സോ മോഡ് എക്സ് മൈനസ് 1 കണ്ടിന്യൂസ് ആ അല്ലെ. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ സബ്ട്രാക്ട് ചെയ്ത് എന്താണ് അത് കണ്ടിന്യൂസ് ആ അല്ലെ. അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെന്തായാലും എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും അല്ലെ. കാരണം എന്താണ് log x കണ്ടിന്യൂസ് ആ, സോ മോഡ് log x കണ്ടിന്യൂസ് ആ. എക്സ് മൈനസ് 1 കണ്ടിന്യൂസ് ആ, സോ മോഡ് എക്സ് മൈനസ് 1 എന്താ കണ്ടിന്യൂസ് ആ. എടാ മോഡ്യൂലസ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അപ്പോൾ എന്താ കണ്ടിന്യൂസ് ആണ് അല്ലെ. ഇനി എന്താ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് വരെ എന്താ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. എടാ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. എടാ 1ന്റെ ലെഫ്റ്റിലെ ഫംഗ്ഷൻ ആര് ഇതല്ലേ അല്ലെ. ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണെന്ത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്താ ലെഫ്റ്റത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. 1ന് ലെഫ്റ്റിൽ ഈ ഫംഗ്ഷൻ അല്ലേ ഡെറിവേറ്റീവ് എന്തിനാ മൈനസ് log x ഡെറിവേറ്റീവ് മൈനസ് 1/x അല്ലേ അല്ലെ. എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലടാ, മൈനസ് 1 ഡെറിവേറ്റീവ് എന്താ 0 അല്ലെ. ദെൻ അറ്റ് x ഈക്വൽ 1 അല്ലടാ, അപ്പൊ x ഈക്വൽ 1 ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്തിനാ മൈനസ് 1 പ്ലസ് 1 അല്ലേ എത്ര 0. സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 0. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവോ റൈറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇതല്ലേ റൈറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താ ഡെറിവേറ്റീവ് log x 1/x മൈനസ് ഡെറിവേറ്റീവ് x എന്താ 1 അല്ലേ. ഡെറിവേറ്റീവ് 1 0 അല്ലേ. ദെൻ അറ്റ് x ഈക്വൽ 1 ആകുമ്പോൾ തരിക 1/1 മൈനസ് 1 അല്ലേ, അപ്പൊ തരിക 0. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും 0 ആണ്. അപ്പൊ എന്താ ഇതെന്താണ് ഡിഫറൻഷ്യബിൾ ആണ് അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ ആണ്. നേരത്തെ എന്ത് കിട്ടി ഈ ഫംഗ്ഷൻ എന്താന്ന് കിട്ടി കണ്ടിന്യൂസ് ആണ് കിട്ടി അല്ലെ. സോ ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ ആണ്. സോ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ എക്സ്. അത് കറക്റ്റ് ആണ് അല്ലെ. ഇനി എഫ് ഈസ് ഇൻക്രീസിങ് ഇൻ 0 to 1 അടാ 0 to 1 ഇതല്ലേ 0 to 1 ഇതല്ലേ 0 to 1. ആ 0 to 1 ഫംഗ്ഷൻ ആരാ ഡെറിവേറ്റീവ് ആരാ ഇതല്ലേ ഡെറിവേറ്റീവ് മൈനസ് 1/x പ്ലസ് 1 അല്ലേ ഡെറിവേറ്റീവ് അല്ലെ. ഇനി 0ന്റെ 1ന്റെ ഇടയിൽ ഞാൻ പറയുന്ന വൃത്തിയായിട്ട് ശ്രദ്ധിക്കണേ. 0ന്റെയും 1ന്റെ ഇടയിൽ നമ്പർ പറ 1/2 അല്ലെ. ആ 1/2 ഇവിടെ കൊടുത്താലേ മൈനസ് 1/1/2 -2 അല്ലേ. -2 + 1 നെഗറ്റീവ് അല്ലേ വരിക അല്ലെ. അതായത് ഈ റീജിയന്റെ ഉള്ളിൽ ഡെറിവേറ്റീവ് അല്ലെ നെഗറ്റീവാ. ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുമ്പോഴേ അവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് അല്ലേ വരിക അല്ലെ. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ എന്താ ഡിക്രീസിങ്. പറഞ്ഞ് മനസ്സിലായാലായിരിക്കും എങ്ങനെയാ. അവിടെ ഈ റീജിയന്റെ ഉള്ളിലെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആരാ -1/x + 1 അല്ലെ. അവിടെ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ എക്സിന്റെ വാല്യൂ 0ന്റെ 1ന്റെ ഇടയിലാ. ആ 0ന്റെ 1ന്റെ ഇടയിൽ ഒരു എക്സാമ്പിൾ എടുത്ത് 1/2 ആണ്. 0ന്റെ 1ന്റെ ഇടയിൽ 1/2 അല്ലേ. ആ 1/2 എക്സിന് പകരം കൊടുത്താലേ -1/1/2 -2 അല്ലേ. അപ്പൊ -2 + 1 ആവും. -2 + 1 -1 അല്ലേ
അല്ലെ? അതിന്റെ അർത്ഥം എന്താ? ഡെറിവേറ്റീവ് നെഗറ്റീവാ. ആ ഡെറിവേറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാലേ ആ ഫംഗ്ഷൻ ഡിക്രീസിങ് അല്ലേ? അപ്പൊ 0 to 1 ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ്. 0 to ഫംഗ്ഷൻ ഡിക്രീസിങ്. ഇവിടെ ഇൻക്രീസിങ് എന്നല്ലേ പറഞ്ഞ്? അപ്പൊ തെറ്റാ, ഇത് തെറ്റാ, ഡിക്രീസിങ് അല്ലെ? 1 to ഇൻഫിനിറ്റിയോ? എടാ 1 to ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഇതല്ലേ? ഫംഗ്ഷൻ ഡെറിവേറ്റീവ് അല്ലേ? അപ്പൊ ഡെറിവേറ്റീവ് ആരാ? 1/x-1 അല്ലെ? അവിടെ 1 to ഇൻഫിനിറ്റി എന്ന് പറയുമ്പോഴേ നമ്പേഴ്സ് ആർക്കാ? 1 വലിയ നമ്പേഴ്സ് അല്ലേ? 1 വലുതാർക്കാ? 2, 3 ഒക്കെ അല്ലേ? ആ 2 കൊടുത്താൽ എന്ത് കിട്ടുക? 1/2 -1. 1/2 -1 -1/2 അല്ലേ? നെഗറ്റീവ് അല്ലേ? അല്ലെ? 2 കൊടുത്താൽ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ 2 കൊടുത്താൽ നെഗറ്റീവ് ആണ്, 3 കൊടുത്താൽ നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ എന്നിട്ട് 1/2 -1 എന്താ? നെഗറ്റീവാ. അപ്പൊ എന്ത് മനസ്സിലായി? ഡെറിവേറ്റീവ് നെഗറ്റീവാ അല്ലെ? ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് അല്ലേ? അല്ലെ? സോ 1 to ഇൻഫിനിറ്റി ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. സോ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. 1 to യെസ് ഡിക്രീസിങ് ആണ് അല്ലേ? അവിടെ എക്സിന് 2 കൊടുത്താലേ 2 കൊടുത്താൽ 1/2 -1 ആ. 1/2 -1 നെഗറ്റീവാ. അപ്പൊ എന്താണ്? ഡിക്രീസിങ് ആണ്. അപ്പൊ എന്ത് മനസ്സിലായി? 1 to ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഡിക്രീസിങ് ആ. 1 to ഇൻഫിനിറ്റി ഫംഗ്ഷൻ എന്താ? ഡിക്രീസിങ് ആ. അപ്പൊ ഇത് കറക്റ്റാ. ഓക്കെ, അപ്പൊ അത് കറക്റ്റാ. അപ്പൊ എന്താണ്? ഓപ്ഷൻ 1 ഉം 3 ഉം കറക്റ്റ് ആണ് അല്ലേ? 1 ഉം 3 ഉം കറക്റ്റ് എന്നാണ് ഓപ്ഷൻ 4 ആൻസർ. അത് ആൻസർ വരിക. ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്.